أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തബൂക്ക് യുദ്ധത്തെക്കുറിച്ചായിരുന്നു വിവരിച്ചുകൊണ്ടിരുന്നത്. ഈ യാത്രയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഞാനിന്ന് വിവരിക്കുന്നതാണ്. ഈ സന്ദർഭത്തിൽ മുനാഫിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രയാസമുണ്ടാക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചും പരാമർശമുണ്ട്. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്. തബൂക്ക് യുദ്ധത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും മുനാഫിക്കുകളുടെയും ഒരു സംയുക്ത ഗൂഢപദ്ധതി പ്രവർത്തിച്ചിരുന്നു. അവരുടെ പദ്ധതികൾ എല്ലാ നിലയിലും പരാജയപ്പെടുകയും ഇസ്ലാമിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇല്ലാതാക്കുന്നതിൽ അവർ വിജയിക്കാതിരിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തതോടെ അവരുടെ അവസാനത്തെ ആയുധമായിരുന്നു ഈ ഗൂഢപദ്ധതി. മുമ്പത്തെ പോലെ ദൈവിക സഹായവും വിജയവും ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇത് കപടവിശ്വാസികളുടെ ഏറ്റവും വിജയകരമായ ശ്രമമായി മാറിയേനെ. കാരണം മുസ്ലിങ്ങളുടെ നാശം ഓരോ ചുവടിലും ഉറപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇതിനു മുമ്പും അവർ ഇത്തരം ശ്രമം നടത്തിയത് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ ബദർ യുദ്ധ മൈതാനത്ത് അവിശ്വസനീയമായ രൂപത്തിൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം നൽകുകയും പിന്നീട് ഹുനൈൻ യുദ്ധം വരെ ആ വിജയവും ദൈവിക സഹായവും മുസ്ലിങ്ങൾക്ക് തുടർന്നും ലഭിക്കുകയും ചെയ്തുവല്ലോ. കൂടാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപകടകരമായ എല്ലാ സന്ദർഭങ്ങളിലും ദൈവിക സംരക്ഷണവും ലഭിച്ചു. ഇതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത്. മദീനയിൽ നിന്ന് തബൂക്കിലേക്കുള്ള യാത്ര മരണത്തിൻ്റെ താഴ്വരയിലൂടെയുള്ള യാത്രയായിരുന്നു എന്ന് പറയാം. സുഖസൗഖ്യത്തോടുകൂടി തബൂക്കിലെത്തി തിരിച്ചു വന്നത് മുനാഫിക്കുകളെ അന്ധാളിപ്പിക്കുന്നതിന് മതിയായതായിരുന്നു. കൂടാതെ റോമൻ ചക്രവർത്തിയുടെ പിന്തുണ ലഭിച്ച സൈന്യങ്ങൾ ഭയന്ന് ഓടിപ്പോയതും അല്ലെങ്കിൽ ഭയം കാരണം പോരാട്ടത്തിന് തയ്യാറാകാതിരുന്നതും അത്ഭുതകരമായ മറ്റൊരു കാര്യമായിരുന്നു. അറേബ്യയുടെ അതിർത്തികളിൽ വസിച്ചിരുന്ന എല്ലാ ശത്രു വിഭാഗങ്ങളിലും അത് വിറയലുണ്ടാക്കുകയുണ്ടായി. തൽഫലമായി അവരിൽ മിക്കവരും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി സന്ധിക്ക് അപേക്ഷിച്ച് ജിസിയ നൽകുന്നതിലാണ് തങ്ങളുടെ രക്ഷ എന്ന് മനസ്സിലാക്കി. മുനാഫിക്കുകളുടെ സകല പദ്ധതികളും തകർന്നു പോകുന്നതായിട്ടാണ് ഈ സംഭവങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ ഒരു മുസ്ലിമിനും സുരക്ഷിതമായി മദീനയിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന് മുനാഫിക്കുകൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് 30,000 പേരടങ്ങുന്ന ഈ സൈന്യം വിജയത്തിൻ്റെയും സഹായത്തിൻ്റെയും കൊടി പാറിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീനയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചപ്പോൾ മുനാഫിക്കുകൾ തങ്ങളുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പ് പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കരുതി. എന്തു വന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മദീനയിൽ തിരിച്ചെത്തരുത് എന്നതായിരുന്നു അത്. നൗസുബില്ല. ഇതിനായി അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി. ഇതൊരു പക്ഷേ ആദ്യം തന്നെ ഒരവസാനത്തെ ആക്രമണം എന്ന നിലയിൽ തീരുമാനിക്കപ്പെട്ട ഒരു ഗൂഢാലോചനയായിരിക്കാം. അതായത്, ഒന്നാമതായി ഇവർ വഴിയിൽ വെച്ചോ തബൂക്കിൽ വെച്ചോ നശിച്ചു പോകും, അതായത് മുസ്ലിങ്ങൾ. ഇനി അവർ രക്ഷപ്പെട്ട് തിരിച്ചു വരാൻ തുടങ്ങിയാൽ തന്നെ വഴിയിൽ വെച്ച് അവരെ ഇല്ലാതാക്കണം. ഈ നിഗമനം ശരിയാകാൻ കാരണം മുനാഫിക്കുകളുടെ പ്രധാന നേതാക്കളൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. പകരം ഓരോ സന്ദർഭത്തിലും എതിർപ്പിൻ്റെ വിഷഞ്ചീറ്റി വ്യാപിപ്പിക്കുന്നതിൽ യാതൊരു കുറവും വരുത്താത്ത ഒരു കൂട്ടം മുനാഫിക്കുകൾ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. മുൻകൂട്ടി ഈ ആസൂത്രണം ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇത്രയും വലിയൊരു നടപടി സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തായാലും അവർ ഈ അപകടകരമായ ഗൂഢാലോചന നടപ്പിലാക്കിയത് ഇപ്രകാരമായിരുന്നു. മടക്കയാത്രയിൽ ഒരു താഴ്വരയിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്ന് വിശാലമായ സമുദ്രത്തിലൂടെയുള്ള വഴിയും മറ്റൊന്ന് ദുർഘടമായതും ഉയർന്നതുമായ ഒരു മലയിടുക്കിലൂടെ കടന്നു പോകുന്ന ഇടുങ്ങിയ വഴിയുമായിരുന്നു. ഇതൊരു കുറുക്കുവഴി കൂടിയായിരുന്നു. മുസ്ലിം സൈന്യം ഈ മലയിടുക്കിലൂടെയാണ് കടന്നു പോകേണ്ടിയിരുന്നത്. മലയിടുക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുകൂടി ഈ സൈന്യം കടന്നു പോകുമ്പോൾ ആളുകളുടെ വൻ തിരക്ക് ഉണ്ടാകുന്ന സമയത്ത് രാത്രിയുടെ ഇരുട്ടിൽ, രാത്രിയായിരുന്നു, എല്ലാ മുനാഫിക്കുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടാൻ മുനാഫിക്കുകൾ പദ്ധതിയിട്ടു. എങ്ങനെയെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തെ മലയിടുക്കിൻ്റെ അരികിലേക്ക് ബലം പ്രയോഗിച്ച് ഓടിക്കുകയും പല്ലക്കിൻ്റെ കയറുകൾ മുറിക്കുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ ആ ഒട്ടകം നൗദുബില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലയിടുക്കിലെ ഗർത്തത്തിലേക്ക് തള്ളിയിടുകയോ തിരുമേനിയെ വഹിച്ചുകൊണ്ട് ഒട്ടകം തന്നെ ആ കൊക്കയിൽ വീഴുകയോ ചെയ്യും. രാത്രിയുടെ ഇരുട്ടിൽ ഇതിനെ ഒരു അപകടമായി കണക്കാക്കുകയും കൊലപാതക ശ്രമത്തിലേക്ക് ആരുടെയും ശ്രദ്ധ പോകാതിരിക്കുകയും ചെയ്യും എന്നവർ കരുതി. ഹസ്രത്ത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഒരു കൂട്ടം മുനാഫിക്കുകൾ തിരുമേനിയെ വധിക്കാൻ ഉദ്ദേശിച്ചു. വഴിയിലെ ഒരു മലയിടുക്കിൻ്റെ മുകളിൽ നിന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴേക്ക് തള്ളിയിടാൻ അവർ തീരുമാനിച്ചു. എന്നാൽ കൃത്യസമയത്ത് അള്ളാഹു മുനാഫിക്കുകളുടെ ഈ ഗൂഢാലോചനയെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം നൽകുകയുണ്ടായി. ഇതിനെ തുടർന്ന് താനും തന്നോടൊപ്പമുള്ള 3 സ്വഹാബിമാരുമല്ലാതെ മറ്റാരും മലയിടുക്കിലൂടെ പോകുന്നതല്ലെന്ന് അവിടുന്ന് വിളംബരം ചെയ്തു. താൻ മാത്രമേ താഴ്വരയിലൂടെ പോകുകയുള്ളൂ, ബാക്കി എല്ലാവരും വിശാലമായ മൈതാനത്തിലൂടെ കടന്നു പോകണമെന്ന് അവിടുന്ന് പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബിമാർ ഇവരായിരുന്നു: ഹസ്രത്ത് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഹംസത്ത് ബിൻ അംർ അസ്ലമി റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു. ബാക്കി സൈന്യം താഴ്വരയിലുള്ള വിശാല മൈതാനത്തിലൂടെ കടന്നു പോകുന്നതാണെന്ന് അവിടുന്ന് പറഞ്ഞു. വഴിമാറ്റാനുള്ള ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം മുനാഫിക്കുകളുടെ പദ്ധതികളെ തകർക്കുന്നതായി കാണപ്പെട്ടു. എങ്കിലും അവർ തങ്ങളുടെ ദുരുദ്ദേശം പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. അവർ ഉടൻ തന്നെ 12-15 പേരെ തിരഞ്ഞെടുക്കുകയും മുഖം തുണി കൊണ്ട് മറച്ച് അതിവേഗം മലയിടുക്കിലേക്ക് പോകാനും മുൻകൂട്ടി തീരുമാനിച്ച പദ്ധതി അനുസരിച്ച് പെട്ടെന്ന് ഒട്ടകത്തെ വിരട്ടി ഓടിക്കാനും തീരുമാനിച്ചു. അവർ പ്രതീക്ഷിച്ചിരുന്ന അപകടം സംഭവിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. അവർ അതുപോലെ ചെയ്തു. മലയിടുക്കിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് ചില ആളുകളുടെ കാലുച്ച കെട്ടു. അവർ തിരുമേനിയുടെ അടുത്തെത്തി ഒട്ടകത്തെ വിരട്ടിവിട്ടു. അത് കാരണം ഒട്ടകപ്പുറത്തുള്ള ചില സാധനങ്ങൾ പോലും താഴെ വീണുപോയി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹുദൈഫയോട് കൽപ്പിച്ചു, ഈ മുനാഫിക്കുകളെ ആക്രമിച്ചോടിക്കുക. ഹസ്രത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു
വടികൊണ്ട് അവരുടെ വാഹനങ്ങൾ അടിക്കുകയും അള്ളാഹുവിൻ്റെ ശത്രുക്കളെ വഴിമാറിപ്പോകൂ എന്ന് പറയുകയും ചെയ്തു. തങ്ങളുടെ തന്ത്രത്തെക്കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞുകഴിഞ്ഞെന്ന് മനസ്സിലാക്കിയ മുനാഫിക്കുകൾ തിരിച്ചറിയപ്പെടാതിരിക്കാൻ വേണ്ടി വേഗത്തിൽ മലയിടുക്കിൽ നിന്ന് താഴെ ഇറങ്ങുകയും സൈന്യത്തിൽ ലയിക്കുകയും ചെയ്തു. ഹസ്രത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹുദൈഫ, എൻ്റെ വാഹനത്തെ പിന്നിൽ നിന്ന് അടിക്കുക. അത് ഭയന്നിരുന്നു. അമ്മാർ, അതിനെ മുന്നിൽ നിന്ന് നയിക്കുക. വിരണ്ട ഒട്ടകം വീണ്ടും ശരിയായ വഴിയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഹസ്രത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ മലയിടുക്കിലെത്തിയപ്പോൾ 12 ആളുകൾ ഞങ്ങളെ തടഞ്ഞു. ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരമറിയിച്ചപ്പോൾ അവിടുന്ന് അവരെ ശബ്ദമുയർത്തി വിളിച്ചു. അതോടെ അവർ പിന്തിരിഞ്ഞോടി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അവരെ തിരിച്ചറിഞ്ഞോ? ഞങ്ങൾ മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം അവർ മുഖം മൂടി അണിഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടാതെ ഇരുട്ടായിരുന്നു താനും. പക്ഷെ അവരുടെ വാഹനങ്ങളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അറബികൾക്ക് വാഹനങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അവിടുന്ന് പ്രതിവചിച്ചു, ഈ ആളുകൾ ഖിയാമത്ത് നാൾ വരെ മുനാഫിക്കുകളായിരിക്കും. അവരുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവിടുന്ന് കൂടെ ഉണ്ടായിരുന്ന സഹാബിമാരോട് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കറിയില്ല. അവിടുന്ന് അരുളി, മലയിടുക്കിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലുമായി കൂട്ടിയിടിച്ച് താഴെയിടാനാണ് അവർ ഉദ്ദേശിച്ചത്. ഞങ്ങൾ പറഞ്ഞു, അങ്ങ് അവരുടെ ഗോത്രങ്ങളിലേക്ക് ആളയച്ച് ഓരോ ഗോത്രവും തങ്ങളുടെ കൂട്ടാളിയുടെ തല അങ്ങയുടെ അടുത്തേക്ക് അയക്കാൻ പറയുന്നില്ലേ? അവരെ ശിക്ഷിക്കുകയും വധിക്കുകയും ചെയ്യാനായി. അവിടുന്ന് പ്രതികരിച്ചു, വേണ്ട. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സമൂഹത്തിൻ്റെ ഘാതകനാണ് എന്ന് അറബികൾ പരസ്പരം സംസാരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചില നിവേദനങ്ങൾ പ്രകാരം അവിടുന്ന് ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ആണ് വഹി ഇറങ്ങിയത്. ഹസ്രത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് വിളിച്ചു, ആരാണ്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഹുദൈഫയാണ്. അപ്പോൾ അവിടുന്ന് അരുളി, ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയാൻ പോവുകയാണ്. അതിനെ ആരോടും പറയരുത്. തുടർന്ന് അവിടുന്ന് ഈ ആക്രമികളിൽ ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞു. ഇവരുടെ ജനാസ നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് എന്നെ വിലക്കിയിരിക്കുന്നു എന്നും ഇവർ മുനാഫിക്കുകളാണ് എന്നും പറയുകയും ചെയ്തു. നിവേദനങ്ങളനുസരിച്ച് അവിടുന്ന് 12, 13, 15 പേരുകൾ പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രഹസ്യം ആരോടും പറയരുതെന്ന് ഹസ്രത്ത് ഹുദൈഫയോട് പറഞ്ഞതിനാൽ അദ്ദേഹം ഒരിക്കലും ആ പേരുകൾ ആർക്കും വെളിപ്പെടുത്തിയില്ല. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചതും പേരുകൾ അറിയുന്നതും ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനാൽ ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെടുകയും ഹസ്രത്ത് ഉമറിന് സംശയമുണ്ടാവുകയും ചെയ്താൽ അദ്ദേഹം ഒരു രീതി സ്വീകരിച്ചു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫയുടെ കൈപിടിച്ച് ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുപോകും. ഹുദൈഫ റളിയല്ലാഹു അൻഹു പങ്കെടുക്കാൻ വിസമ്മതിച്ചാൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് ആ മുനാഫിക്കാണ് എന്ന് മനസ്സിലാക്കുകയും ആ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. സഹീഹ് മുസ്ലിമിലെ ഒരു നിവേദനമനുസരിച്ച് അവർ 14, 15 പേരായിരുന്നു. എന്നാൽ 12 പേരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുനാഫിക്കുകൾ എന്നും 3 പേർ മലയിടുക്കിലേക്ക് കയറിയ മറ്റ് സ്വഹാബിമാരായിരുന്നുവെന്നും വ്യക്തമാകുന്നു. മലയിടുക്കിലൂടെ പോകാതെ സമുദ്രത്തിലൂടെയുള്ള വഴി തിരഞ്ഞെടുക്കണമെന്ന പ്രഖ്യാപനം അവർ കേട്ടിരുന്നില്ല. അതിനാൽ ആ 3 പേരെ മാപ്പ് ലഭിച്ചവരായി കണക്കാക്കപ്പെട്ടു. ഏതായാലും പ്രഭാതമായപ്പോൾ ഔസ് ഗോത്രത്തിൻ്റെ നേതാവായ ഹദരത്ത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തി. കഴിഞ്ഞ രാത്രിയിൽ ചില മുനാഫിക്കുകൾ മലയിടുക്കിൽ വെച്ച് തിരുമേനിയെ പിന്തുടരാനും രാത്രിയുടെ ഇരുട്ടിൽ ഒട്ടകത്തിൻ്റെ കയർ മുറിക്കാനും അതുപോലെ ഒട്ടകത്തെ വേഗത്തിൽ ഓടിക്കാനായി കൂർത്ത വസ്തുക്കൾ കൊണ്ട് കുത്തിനോവിക്കാനും ശ്രമിച്ചുവെന്നും അങ്ങനെ
തന്നെ ഒട്ടകത്തിൽ നിന്ന് താഴെയിടാനാണ് അവർ ഉദ്ദേശിച്ചതെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഹസ്രത്ത് ഉസൈദ് റളിയല്ലാഹു അൻഹു അപേക്ഷിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളെ വധിക്കാൻ ഓരോ ഗോത്രത്തിനും കൽപ്പന നൽകിയാലോ? ആവശ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത്തരം ആളുകളെ വെറുതെ വിടുമോ? ഇസ്ലാം ശക്തി പ്രാപിക്കുകയും മുനാഫിക്കുകൾ ഇന്ന് എണ്ണത്തിൽ കുറവും നിന്ദ്യരുമായിരിക്കെ നമ്മൾ എത്ര നാൾ വരെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് മറുപടി നൽകി, ജനങ്ങൾ ഇപ്രകാരം പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കും ബഹുദേവാരാധകർക്കും ഇടയിലുള്ള യുദ്ധം അവസാനിച്ചപ്പോൾ സ്വന്തം അനുചരന്മാരെ വധിക്കാൻ തുടങ്ങി. ഉസൈദ് റളിയല്ലാഹു അൻഹു പ്രതിപദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇവർ അനുചരന്മാരല്ല, ഇവർ ഞങ്ങളുടെയും അങ്ങയുടെയും കൂട്ടുകാരെങ്ങനെയാകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് ചൊല്ലുന്നില്ലേ? അത് ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും ചൊല്ലുന്നുണ്ട്, പക്ഷെ അത് കലിമയേയല്ല, അവിടെ നാവിൽ മാത്രമേ ഉള്ളൂ, ഹൃദയത്തിൽ വിശ്വാസമില്ല. അവിടുന്ന് അരുളി, അവർ കലിമത്തു ഷഹാദത്ത് ഏറ്റു പറയുന്നതുകൊണ്ട് അത് വായിൽ നിന്ന് മാത്രമാണെങ്കിൽ പോലും ഞാൻ അവരെ വധിക്കുകയില്ല. ഇക്കാലത്ത് കലിമ ചൊല്ലുന്നവരെ വധിക്കാൻ ഫത്വ നൽകുന്ന നാമമാത്ര പണ്ഡിതന്മാർ ഈ നബിവചനം മുന്നിൽ വെക്കേണ്ടതാണ്. അത് മുസ്ലിം മോദ് തലാൻഹു വിവരിക്കുന്നു, മദീനയിലെ മുനാഫിക്കുകൾക്ക് അവിടെ ഒരു യുദ്ധവും ഉണ്ടായില്ലെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതമായി തിരിച്ചു വരികയാണെന്നും മനസ്സിലായപ്പോൾ തങ്ങളുടെ കപടതന്ത്രങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിപ്പെട്ടിട്ടുണ്ടെന്നും ഇനി തങ്ങൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നും അവർക്ക് ബോധ്യമായി. അപ്പോൾ അവർ മദീനയിൽ നിന്ന് കുറച്ചകലെയായി ഒറ്റയാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്നത്ര ഇടുങ്ങിയ ഒരു വഴിയിൽ ഏതാനും ആളുകളെ ഇരുത്തി. അവിടുന്ന് ആ സ്ഥലത്തെത്തിയപ്പോൾ വഴിയുടെ ഇരുവശത്തും ശത്രുക്കൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് അള്ളാഹു വഹിയിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അവിടുന്ന് ഒരു സഹാബിയോട് കൽപ്പിച്ചു, നീ പോയി അവിടെ എന്താണ് സ്ഥിതിയെന്ന് നോക്കുക. അദ്ദേഹം തൻ്റെ വാഹനത്തെ വേഗം ഓടിച്ചുകൊണ്ട് അവിടെ എത്തിയപ്പോൾ ആക്രമിക്കാൻ തയ്യാറായി ഒളിച്ചിരിക്കുന്ന കുറച്ച് ആളുകളെ കണ്ടു. ഇതിനെക്കുറിച്ച് വ്യത്യസ്ത വിവരണങ്ങളുണ്ട്. ഇത് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിച്ച ഒരു നിവേദനമാണ്. ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് പോലെയാണ് അവർ ഇരുന്നിരുന്നത്. അവർ അവിടെ എത്തിയപ്പോൾ, അതായത് സഹാബികൾ അവിടെ എത്തിയപ്പോൾ, അവർ മുനാഫിക്കുകൾ അവിടെ നിന്ന് ഓടിപ്പോയി. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ പിന്തുടരുന്നത് ഉചിതമായി തോന്നിയില്ല. അവിടുന്ന് മദീനയിലെത്തിയപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മുനാഫിക്കുകൾ പലവിധ ഒഴികഴിവുകൾ പറയാൻ തുടങ്ങി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവയെല്ലാം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മുനാഫിക്കുകളുടെ യാഥാർത്ഥ്യം മുസ്ലിങ്ങൾക്ക് വെളിപ്പെടുത്താനുള്ള സമയം വന്നെത്തിയിരുന്നു. അങ്ങനെ അത് വെളിപ്പെടുത്തി കൊടുത്തു. ചുരുക്കത്തിൽ അവിടെ ഇരുന്നതിനെയും മുന്നോട്ട് പോയതിനെയും പ്രവർത്തിച്ചതിനെയും കുറിച്ചൊക്കെ വ്യത്യസ്ത നിവേദനങ്ങളുണ്ടെങ്കിലും സംഭവത്തിൻ്റെ പൊരുൾ ഒന്നു തന്നെയാണ്. ആ ഇടുങ്ങിയ മലയിടുക്കിൽ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉപദ്രവം ഏൽപ്പിക്കാൻ ശ്രമം നടന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ മക്കാ വിജയം നടന്നതിന് ശേഷം മുനാഫികളുടെ ഗൂഢാലോചനകൾക്ക് വേഗത കൂടുകയുണ്ടായി. അറബികൾക്ക് ചുറ്റുമുള്ള ഗോത്രങ്ങൾ, ജൂതഗോത്രങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ട് കീഴടങ്ങിയതായി അവർ കണ്ടപ്പോൾ അറേബ്യയ്ക്ക് പുറത്തുള്ള റോമൻ ചക്രവർത്തിയെപ്പോലെയുള്ള ശക്തമായ ബാഹ്യശക്തികളിൽ നിന്ന് സഹായം തേടാൻ അവർ പദ്ധതിയിടുകയുണ്ടായി. അതോടൊപ്പം മദീനയിൽ ഒരു സ്ഥിരമായ കേന്ദ്രം നിർമ്മിക്കാനും അവർ ആസൂത്രണം ചെയ്തു. ഇവിടെ അവർക്ക് സ്ഥിരമായി മീറ്റിങ്ങുകൾ നടത്താനും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ ഗൂഢാലോചനകൾ നടത്താനും ആയുധങ്ങൾ ശേഖരിക്കാനും കഴിയണമായിരുന്നു. എന്നാൽ ആ കേന്ദ്രം മറ്റു മുസ്ലിങ്ങൾക്ക് സംശയം തോന്നാത്ത ഒന്നായിരിക്കണം. അങ്ങനെ കുറച്ചു കാലമായി പൊതുരംഗത്ത് നിന്ന് അപ്രത്യക്ഷനായിരുന്ന അബു ആമിർ പെട്ടെന്ന് രംഗത്ത് വന്നു. മുനാഫിക്കുകൾക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നവർ അയാളെ അബു ആമിർ റാഹിബ് എന്ന് വിളിക്കാൻ തുടങ്ങി. അയാളാണ് ഈ കേന്ദ്രത്തിനായി ഖുബായിൽ ഒരു പള്ളി നിർമ്മിക്കാൻ നിർദ്ദേശിച്ചത്. അബു ആമിറിനെ കുറിച്ച് ചരിത്രത്തിൽ കൂടുതൽ വിവരങ്ങൾ കാണാം. അബു ആമിർ റാഹിബ് എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. അയാൾ ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു. മറ്റു ഖുതുബകളിൽ ഈ വിഷയത്തെക്കുറിച്ച് മുമ്പ് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിനു ശേഷം അബു ആമിർ മക്കയിലേക്ക് പോവുകയും ഖുറൈശികളെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എൻ്റെ ഗോത്രം എന്നെ അനുസരിക്കുന്നവരാണ്. നിങ്ങൾ മുഹമ്മദിനോട് യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുമെന്ന് അയാൾ അവരോട് പറഞ്ഞു. ഉഹദ് യുദ്ധത്തിൽ അബു ആമിർ ഖുറൈശികളോടൊപ്പം ചേർന്നിരുന്നു. ഇസ്ലാമിൻ്റെ വളർച്ച കണ്ട് അബു ആമിർ അങ്ങേയറ്റം വിഷമിക്കുകയും അസൂയയുടെ തീയിൽ എരിയുകയും ചെയ്തു. ഉഹദ് മൈതാനത്തിൻ്റെ മധ്യത്തിൽ കുഴികൾ കുഴിപ്പിച്ചവരിൽ ഒരാളായിരുന്നു ഇയാൾ. ഈ കുഴികളിൽ ഒന്നിൽ വീണാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഉഹദ് യുദ്ധം ആരംഭിച്ചപ്പോൾ അബു ആമിർ തൻ്റെ ഗോത്രക്കാരെ വിളിച്ചു. അല്ലയോ ഗോത്രക്കാരെ, ഞാൻ അബു ആമിറാണ്. എന്നാൽ അവർ അപ്പോഴേക്കും മുസ്ലിങ്ങളായി കഴിഞ്ഞിരുന്നു. അവർ മറുപടി നൽകി, ഓ ഫാസിഖ്, നിനക്ക് സ്വാഗതമില്ല. അവർ അയാൾ അപലപിക്കുകയും ശപിക്കുകയും ചെയ്തു. അപ്പോൾ അബു ആമിർ പറഞ്ഞു, എനിക്ക് ശേഷം എൻ്റെ ഗോത്രം വളരെയധികം വഴികേടിലായിപ്പോയിരിക്കുന്നു. ഇതിനുശേഷം അബു ആമിറിൻ്റെ ഗോത്രത്തിൽപ്പെട്ട നിരവധി പേർ അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത വച്ച് പുലർത്തിയിരുന്നവരായിരുന്നു. അവർ മക്കയിലേക്ക് പോയി. മുമ്പേ ഈ സംഭവം നടന്നു കഴിഞ്ഞിരുന്നു. അബു ആമിർ പോയപ്പോൾ കൂടെ മുസ്ലിങ്ങളല്ലാത്തവർ പോയിരുന്നു. 50ഓളം പേരുണ്ടായിരുന്നു അവർ. അബു ആമിറിനെതിരെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയും നിവേദനങ്ങളിൽ കാണാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരെ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഇവൻ സ്വന്തം നാട്ടിൽ നിന്നകന്ന് ഏകാന്തമായ മരണം വരിക്കട്ടെ. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അബു ആമിർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ച നടത്തി. അയാൾ പറഞ്ഞു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളെ ദീനുൽ ഹനീഫയിലേക്കാണ് ക്ഷണിക്കുന്നത്. നിങ്ങൾ തന്നെ തേടുന്നുവെന്ന് വാദിക്കുന്ന അതേ മതം. അബു ആമിർ പറഞ്ഞു, നിങ്ങൾ ആ മതത്തിൽ തന്നെയാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, തീർച്ചയായും. തുടർന്ന് അവിടുന്ന് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അയാൾ നിഷേധിക്കുകയും അസൂയപ്പെടുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപലപിക്കുകയും ചെയ്തു. അബു ആമിർ പരിഹാസത്തോടെ പറഞ്ഞു, ഞങ്ങളിൽ ആരാണോ വ്യാജൻ, അള്ളാഹു അവനെ അന്യനും നാടുകടത്തപ്പെട്ടവനുമായി കൊല്ലട്ടെ. അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് വ്യംഗ്യരൂപേണ സൂചിപ്പിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അതെ, വ്യാജൻ്റെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെ തന്നെ ചെയ്യും. അതിനുശേഷം അബു ആമിർ തൻ്റെ ഗോത്രക്കാരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കരുതെന്ന കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ദിനം പ്രതി വെളിപ്പെടുകയും അനുയായികൾ വർദ്ധിക്കുകയും ചെയ്തതോടെ, പ്രത്യേകിച്ചും അബു ആമിറിൻ്റെ ഗോത്രക്കാർ ഇസ്ലാമിൽ ചേർന്നതോടെ അയാൾക്ക് കൂടുതൽ ദേഷ്യമായി. അങ്ങനെ അയാൾ മുനാഫിക്കുകളുമായി ചേർന്ന് ഒരു പള്ളി നിർമ്മിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത് മസ്ജിദുൽ ഇറാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആളുകളെ, അതായത് ഉപദ്രവത്തിൻ്റെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ആളുകളെ അവിടെ ഒരുമിച്ച് കൂട്ടി അവരുമായി സംസാരിക്കാനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണത്തിൽ നിന്ന് അവരെ തടയാനും വേണ്ടിയായിരുന്നു ഇത്. ഒരു നിവേദനമനുസരിച്ച് അബു ആമിർ തൻ്റെ കൂട്ടാളികളായ ഗൂഢാലോചനക്കാരോട് പറഞ്ഞു, നിങ്ങളൊരു പള്ളി നിർമ്മിക്കുകയും അതിനെ നിങ്ങളുടെ സൈനിക താവളമാക്കി യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുക. ഞാൻ റോമൻ ചക്രവർത്തിയുമായി കൂടിക്കാഴ്ച നടത്തി ഒരു വൻ സൈന്യവുമായി വരാം. അങ്ങനെ മുഹമ്മദിനെയും അവൻ്റെ കൂട്ടുകാരെയും മദീനയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും. അങ്ങനെ അബു ആമിർ റോമൻ സാമ്രാജ്യത്തിലേക്ക് പോവുകയും സിറിയയിൽ വെച്ച് റോമൻ ചക്രവർത്തിയായ ഹെർക്കുലീസിനെ കാണുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുസ്ലിങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യാൻ അയാൾ ചക്രവർത്തിയെ പ്രേരിപ്പിച്ചു. മുസ്ലിങ്ങൾ ദുർബലരും ദരിദ്രരും എണ്ണത്തിൽ കുറഞ്ഞവരുമാണെന്നും അവർക്കേറെ ശത്രുക്കളുണ്ടെന്നും അതിനാൽ അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും അയാൾ പറഞ്ഞു. അയാൾ ചക്രവർത്തിയോട് പറഞ്ഞു, മുസ്ലിങ്ങൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഭാവിയിൽ റോമൻ സാമ്രാജ്യത്തിന് അത് ദോഷകരമാകും. ഹെർക്കുലീസ് അയാളെ തൻ്റെ അടുത്ത് താമസിപ്പിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഈ സമയം
അബു ആമിർ തൻ്റെ സമാന ചിന്താഗതിക്കാരായ ദുഷ്ടരായ ഗൂഢാലോചനക്കാർക്ക് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. ഞാൻ ഉടൻ തന്നെ ഒരു വലിയ സൈന്യവുമായി മദീന മുനവ്വറയെ ആക്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ എനിക്കായി ഒരു പ്രത്യേക താവളം പണിയുക. ഈ ലക്ഷ്യത്തോടെ മുനാഫിക്കുകൾ കുബായിൽ ഒരു പള്ളി നിർമ്മിച്ചു. ഈ പള്ളിയാണ് മസ്ജിദ് ദിറാർ എന്നറിയപ്പെടുന്നത്. എന്നാൽ അബു ആമിറിൻ്റെ ഈ ആഗ്രഹവും സഫലമായില്ല. ഒടുവിൽ അയാൾ സിറിയയിൽ വെച്ച് ഏകാന്തതയിലും പ്രവാസത്തിലും മരണപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അയാൾ പ്രാർത്ഥിച്ച ശാപം സ്വയം തിരിച്ചടിക്കുകയായിരുന്നു. അയാൾ എപ്പോഴാണ് മരിച്ചത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ ഹിജ്റ 9 മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഹിജ്റ 10 എങ്കിലും എന്തായാലും അയാൾ ഏകാന്തതയിലാണ് മരിച്ചത്. മുനാഫിക്കുകൾ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് ഹാജരായി അവിടെ നമസ്കരിക്കാൻ തിരുമേനിയോട് അപേക്ഷിച്ചു. അള്ളാഹുവിൻ്റെ യുക്തി നോക്കൂ. അവിടുന്ന് തബൂക്കിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് അവർ ഈ നാമമാത്ര പള്ളിയുടെ ഉദ്ഘാടനത്തിനുള്ള അപേക്ഷയുമായി വന്നത്. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, രോഗികൾക്കും ആവശ്യമുള്ളവർക്കും മഴയുള്ള രാവുകളിലേക്കുമായി ഞങ്ങൾ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങ് ദയവായി വന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടെ നമസ്കാരം നിർവഹിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ഞാനിപ്പോൾ തിരക്കിലാണ്, ഞാൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ നമസ്കരിക്കാം. അവിടുന്ന് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മദീനയിൽ നിന്ന് 1 മണിക്കൂർ ദൂരമുള്ള ദി അവാൻ എന്ന സ്ഥലത്ത് തമ്പടിക്കവേ മുനാഫിക്കുകൾ നിർമ്മിച്ച ഈ പള്ളിയെക്കുറിച്ച് ഈ വിശുദ്ധ ഖുർആൻ വാക്യം അവതരിക്കുകയുണ്ടായി. വല്ലദീന തഖദു മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ വലയഹ്ലിഫുന്ന ഇൻ അറദ്ന ഇല്ലൽ ഹുസ്ന വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ. ദ്രോഹിക്കാനും സത്യനിഷേധം പരത്താനും വിശ്വാസികൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാനും അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും മുമ്പ് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവന് പതിയിരിക്കുന്നതിനുമുള്ള സ്ഥലം ഒരുക്കുവാനും വേണ്ടി അവർ ഒരു പള്ളി ഉണ്ടാക്കി. തീർച്ചയായും അവർ ആണയിട്ടുകൊണ്ട് പറയും, ഞങ്ങൾ നന്മയല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്ന്. എന്നാൽ അവർ തീർച്ചയായും വ്യാജന്മാരാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. ഈ വഹീന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മാലിക് ബിൻ ദുഹ്ശം, ഹസ്രത്ത് മാൻ ബിൻ അദി എന്നിവരെ വിളിച്ചു. എന്നിട്ട് മസ്ജിദുൽ ദിറാർ തകർക്കാൻ അവരോട് കൽപ്പിച്ചു. ചില നിവേദനങ്ങളിൽ ഹസ്രത്ത് അഹ്സൻ ബിൻ അദി, ആമിർ ബിൻ സക്കൻ, ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകനായ വഹ്ശി, സുഅയ്ദ് ബിൻ അബ്ബാസ് എന്നിവരെയും അവിടുന്ന് ഈ ആവശ്യത്തിനായി അയച്ചു എന്നും കാണുന്നുണ്ട്. ഷറാ സർക്കാനിയിൽ എഴുതിയിരിക്കുന്നത് ആദ്യം 2 പേരെ അയക്കുകയും പിന്നീട് അവരുടെ സഹായത്തിനായി 4 പേരെ കൂടി അയക്കുകയും ചെയ്തതായിരിക്കാമെന്നാണ്. എന്തായാലും അവിടുന്ന് അവരോട് മസ്ജിദ് ദിറാറിലേക്ക് പോയി അത് തകർക്കാനും തീയിടാനും നിർദ്ദേശം നൽകുകയുണ്ടായി. അവരെല്ലാവരും അതിവേഗം ബനു സാലിം ഗോത്രത്തിലെത്തി. ഹസ്രത്ത് മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ 2 കൂട്ടരോടും, ഞാൻ നിങ്ങളുടെ അടുക്കൽ തിരിച്ചെത്തുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ നിന്ന് ഉണങ്ങിയ ഈന്തപ്പന മടലുകളിൽ തീ കൊളുത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അവർ മഗ്രിബിനും ഇശാക്കും ഇടയിലുള്ള സമയത്ത് മസ്ജിദ് ദിറാറിനടുത്തെത്തി. അവിടെ ചെന്ന് അതിന് തീയിടുകയും അത് നിലം പരിശാക്കുകയും ചെയ്തു. ആ സമയത്ത് പള്ളി പണിത ആളുകൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും തീ കണ്ടപ്പോൾ അവർ നാനാഭാഗത്തേക്കും ഓടിപ്പോയി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ ആ സ്ഥലം, മസ്ജിദ് ദിറാർ തകർത്ത സ്ഥലം, അഹ്സൻ ബിൻ അദീന് നൽകാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് അവിടെ ഒരു വീട് പണിയാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ അഹ്സൻ ബിൻ അദീ റളിയല്ലാഹു അൻഹു വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സ്ഥലത്തെക്കുറിച്ച് അള്ളാഹു എന്താണ് വെളിപ്പെടുത്തിയത് എന്ന് അങ്ങേക്കറിയാമല്ലോ. ഇത് അങ്ങനെയുള്ളൊരിടമാണ്. ഞാനിവിടെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല താനും. അതുകൊണ്ട് അങ്ങ് ഇത് സാബിത്ത് ബിൻ അക്രമൻ റളിയല്ലാഹു അൻഹുവിന് നൽകുക. കാരണം അദ്ദേഹത്തിന് വീടില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലം സാബിത്ത് ബിൻ അക്രമിന് നൽകി. മസ്ജിദ് ദിറാർ പണിത 12 മുനാഫിക്കുകളുടെ പേരുകളും ഇബ്നു ഇസ്ഹാഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും
മുനാഫിക്കുകളുടെ ഭാഗത്തു നിന്ന് അപകടകരമായ ഗൂഢാലോചനകൾ, അതിൽ പ്രയാസങ്ങളും വധഗൂഢാലോചനകൾ ഉൾപ്പെടുന്നു നേരിടേണ്ടി വന്നിട്ടും അവർ കൈയോടെ പിടിക്കപ്പെട്ടിട്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായ്പ്പോഴും അവർക്ക് മാപ്പ് നൽകി എന്നത് അവിടുത്തെ വിശാലമായ കാരുണ്യത്തിനും ഔദാര്യത്തിനും വിട്ടുവീഴ്ചയ്ക്കും ഏറ്റവും തിളക്കമാർന്ന ഉദാഹരണമാണ്. ഭരണകൂടത്തിനും വ്യവസ്ഥിതിക്കും ഭീഷണി ഉണ്ടായിടത്ത് മാത്രമേ അവിടുന്ന് ശിക്ഷ നൽകിയിട്ടുള്ളൂ. അവിടെയും ആ ഭീഷണി ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അല്ലാതെ കഠിനമായ ശിക്ഷകൾ നൽകാൻ കഴിയുമായിരുന്നിട്ടും അവിടുന്ന് അത് നൽകിയിരുന്നില്ല. അത് മുസ്ലിം തആലാനുഹു മുനാഫിക്കുകളുടെ സ്വഭാവത്തെക്കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നു: നമസ്കാരത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടാനും കപടമായ കൂടിയാലോചനകൾ നടത്താനും വേണ്ടി മുനാഫിക്കുകൾ കുബായിൽ നിർമ്മിച്ച ആ പള്ളി പൊളിച്ചു നീക്കാനും അവർ മുസ്ലിങ്ങളുടെ മറ്റ് പള്ളികളിൽ നമസ്കരിക്കാൻ നിർബന്ധിതരാകണം എന്നും അള്ളാഹു വഹിയിലൂടെ കൽപ്പിച്ചു. എന്നാൽ ഇത്ര വലിയ ഒരു ദുഷ്പ്രവൃത്തിക്ക് ശേഷവും അവർക്ക് ശാരീരികമോ സാമ്പത്തികമോ ഒരു ശിക്ഷയും നൽകിയിരുന്നില്ല. അവരെക്കുറിച്ച് അവിടുത്തേക്ക് അറിവ് ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. മദീനയോടും അവിടുത്തെ നിവാസികളോടും അവിടുന്ന് പ്രകടിപ്പിച്ച സ്നേഹത്തെ സംബന്ധിച്ചും പരാമർശം ഇപ്രകാരം ലഭിക്കുന്നുണ്ട്. ഏകദേശം 2 മാസത്തെ യാത്രയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. മദീനയോടും മദീന നിവാസികളോടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം സ്നേഹം പ്രകടിപ്പിച്ചു വന്നാൽ മദീന പട്ടണം കണ്ട ഉടൻ അവിടുന്ന് പറഞ്ഞു: ആദിഹി താബത്തുൻ വഹാദ ഉഹുദുൻ ജബലുൻ യുഹിബ്ബുന വനഹബഹു. ഇത് ത്വാബയാണ്, മദീനയ്ക്ക് ത്വാബ എന്നും പേരുണ്ട്, അതായത് പരിശുദ്ധവും വിശിഷ്ടവുമായത്. ഇത് ഉഹുദാണ്, ഉഹുദ് പർവ്വതമാണ്, നമ്മെ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്യുന്ന പർവ്വതം. അതായത് മദീനയിലെ ഓരോ സ്ഥലത്തോടും അവിടുത്തേക്ക് സ്നേഹമായിരുന്നു. ഉഹുദ് പർവ്വതത്തിൻ്റെ പേരെടുത്തപ്പോൾ ഉഹുദ് യുദ്ധത്തിൽ സ്വഹാബികൾ തങ്ങളുടെ രക്തം കൊണ്ടെഴുതിയ ആത്മാർത്ഥതയുടെയും വിശ്വസ്തതയുടെയും കഥകൾ അവിടുന്ന് ഒരിക്കലും മറന്നില്ല എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഇതിന്. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, എനിക്ക് മദീനയിൽ വേഗം എത്തണം. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും എന്നോടൊപ്പം വേഗം വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം വരട്ടെ. തുടർന്ന് അവിടുന്ന് ചോദിച്ചു: അൻസാറുകളുടെ ഏറ്റവും ഉത്തമമായ വീടുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു: തീർച്ചയായും. അവിടുന്ന് പറഞ്ഞു: ബനു നജ്ജാറിൻ്റെ വീടുകൾ, പിന്നെ ബനു അബ്ദുൽ അഷ്ഹലിൻ്റെ വീടുകൾ, പിന്നെ ബനു സായിദയുടെ അല്ലെങ്കിൽ ബനു ഹാരിസ് ബിൻ ഖസ്റജിൻ്റെ വീടുകൾ. എല്ലാ അൻസാരികളുടെ വീടുകളിലും നന്മയുണ്ട്. ഒരു നിവേദനത്തിൽ നിവേദകൻ പറയുന്നു: സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആലാഹു ഞങ്ങളുടെ അടുത്തെത്തി. അപ്പോൾ അബൂ ഉസൈദ് റളിയല്ലാഹു തആലാഹു പറഞ്ഞു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളുടെ വീടുകളുടെ ശ്രേഷ്ഠത പറയുകയും ഞങ്ങളെ അവസാനം വെക്കുകയും ചെയ്തത് താങ്കൾക്കറിയുമോ? ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് സഅദ് റളിയല്ലാഹു തആലാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തുപോയി ഇപ്രകാരം അപേക്ഷിച്ചു: അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് അൻസാറുകളുടെ ഭവനങ്ങളുടെ ശ്രേഷ്ഠത പറയുകയും ഞങ്ങളെ അവസാനം വെക്കുകയും ചെയ്തുവല്ലോ. പ്രശംസിച്ച് പറഞ്ഞവരിൽ അവസാന പേരായിരുന്നു അവരുടേത്. സ്വഹാബികൾ അതുപോലും ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു: നിങ്ങൾ നന്മയുള്ളവരിൽ പെട്ടവരാണ് എന്നത് നിങ്ങൾക്ക് മതിയായ കാര്യമല്ലേ? നിങ്ങളുടെ പേരെടുത്ത് പറയുകയും നന്മയുള്ളവരെ ഉൾപ്പെടുത്തുകയും ചെയ്തത് മതിയാകേണ്ടതാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നവർ പ്രധാനമായും 2 വിഭാഗങ്ങളായിരുന്നു. ഒന്ന് മുനാഫിക്കുകൾ. ഇവരോട് അള്ളാഹുവിൻ്റെ അതൃപ്തി അള്ളാഹു പ്രകടിപ്പിക്കുകയുണ്ടായി. 2 വിശ്വസ്തരും ആത്മാർത്ഥതയുള്ളവരുമായ വിശ്വാസികൾ. ഇവർക്ക് ജിഹാദിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കടുത്ത ദാരിദ്ര്യം കാരണം യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ രോഗം, ദൗർബല്യം തുടങ്ങിയ എന്തെങ്കിലും കാരണത്താൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ ഒഴികഴിവുകൾ അള്ളാഹു ഖുർആനിലെ സൂറ തോബയിലെ 92, 91, 92 വചനങ്ങളിൽ അള്ളാഹു സ്വീകരിക്കുകയുണ്ടായി. ബുഖാരിയിലെ ഒരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്: തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്ന് മദീനയിൽ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ ഏതൊരു യാത്ര ചെയ്യുമ്പോഴും ഏതൊരു താഴ്വര താണ്ടുമ്പോഴും മദീനയിൽ ചില ആളുകളുണ്ട്, അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇത് കേട്ട് സഹാബികൾ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു: അള്ളാഹുവിൻ്റെ റസൂലെ,
അവർ മദീനയിലായിരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം എങ്ങനെ ഉണ്ടാകാനാണ്? അവിടുന്ന് പ്രതിവചിച്ചു, അവർ മദീനയിൽ തന്നെയാണ്. പക്ഷേ രോഗം പോലുള്ള എന്തെങ്കിലും ഒരു പ്രതിബന്ധം അവരെ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ്. മറ്റൊരു നിവേദനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: അൽഹംദുലില്ലാഹി അലാമാ റസഖ്നാ ഫീ സഫറിന ഹാദാ മിൻ അജരി വഹസനത്തിൻ വമിൻ ബാദി ശുറകാഇനാ ഫീഹി. നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് പ്രതിഫലവും പുണ്യവും നൽകിയ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. നമ്മുടെ കൂടെ പിന്നോട്ട് പോയവരെയും അവൻ ഈ പ്രതിഫലത്തിൽ നമ്മോടൊപ്പം ചേർത്തിരിക്കുന്നു. നമ്മുടെ കൂടെ പിന്നിലായവരെയും അവൻ ഈ പ്രതിഫലത്തിൽ നമ്മോടൊപ്പം ചേർത്തിരിക്കുന്നു. അപ്പോൾ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു: അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് യാത്രയുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും സഹിക്കുകയും പ്രതിഫലത്തിന് അർഹനാവുകയും ചെയ്തു. എന്നാൽ ക്ലേശങ്ങളെ സഹിക്കാതെ ഈ പ്രതിഫലത്തിൽ അങ്ങയോടൊപ്പം എങ്ങനെയാണ് അവർ പങ്കുചേരുന്നത്? ആരാണവർ? അവിടുന്ന് പ്രതിവദിച്ചു: മദീനയിൽ ചില ആളുകളുണ്ട്. നാം ഏതൊരു സ്ഥലത്തേക്ക് പോവുകയോ ഏതൊരു താഴ്വരയിൽ ഇറങ്ങുകയോ ചെയ്യുകയാണെങ്കിലും അവർ നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. രോഗം അവരെ നമ്മോടൊപ്പം പുറപ്പെടുന്നതിൽ നിന്ന് തടഞ്ഞതാണ്. നാം അവരുടെ പോരാളികളാണ്. എന്നാൽ വീട്ടിലിരുന്ന് അവർ നമ്മുടെ സഹയാത്രികരാണ്. കൂടാതെ അവിടുന്ന് ഇപ്രകാരം കൂടി പറഞ്ഞു: എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. അവരുടെ പ്രാർത്ഥന നമ്മുടെ ആയുധങ്ങളെക്കാൾ ശത്രുക്കൾക്കെതിരെ കൂടുതൽ ഫലപ്രദമാണ്. അതായത് വീട്ടിലിരുന്ന് അവർ ചെയ്ത പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയുണ്ടായി. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ മദീനക്കാർ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തെക്കുറിച്ചും പരാമർശമുണ്ട്. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തിരികെ എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ മദീനയിലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അവിടുത്തോടുള്ള സ്നേഹവും കാണാനുള്ള ആകാംക്ഷയും കാരണം സനിയത്തുൽ വദായിൻ്റെ മദീനയുടെ അതിർത്തിയിലുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടുകയും ഈ പ്രശസ്തമായ കവിത പാടുകയും ചെയ്തു: തലൽ ബദ്റു അലൈന മിൻ സനിയത്തിൽ വദാ വജബു ശുക്ർ അലൈന മാ ദാ ലില്ലാഹി ദായി. പൗർണമി ചന്ദ്രൻ സനിയത്തുൽ വദായിൻ്റെ താഴ്വരകളിൽ നിന്ന് ഞങ്ങൾക്ക് മീതെ ഉദിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ വിളിക്കുന്നവരുള്ള കാലത്തോളം നമ്മിൽ നന്ദി പ്രകടനം നിർബന്ധമായിരിക്കുന്നു. നബി തിരുമേനിയുടെ അദമ്യമായ സ്നേഹത്താൽ മദീനക്കാർ കവിത ചൊല്ലി സ്വീകരിച്ചത് 2 സന്ദർഭങ്ങളിലാണ് എന്നാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോൾ. 2, അവിടുന്ന് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തിരിച്ചെത്തി മദീനയിൽ പ്രവേശിച്ചപ്പോൾ. ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി പോലുള്ള ചില ഹദീസ് വ്യാഖ്യാതാക്കൾക്ക് ഒരഭിപ്രായമുണ്ട്. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത കവിത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തബൂക്ക് യുദ്ധത്തിൽ നിന്നുള്ള മടക്കയാത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം സനിയത്തുൽ വിദാ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നല്ലോ ആളുകളും കുട്ടികളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേറ്റിരുന്നത്. സിറിയയുടെ ഭാഗത്തു നിന്ന് വരുന്നവരെ സ്വീകരിച്ചിരുന്നത് ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വിവരം മദീനക്കാർ അറിഞ്ഞപ്പോൾ സന്തോഷത്താൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ അവർ മദീനയ്ക്ക് പുറത്തുള്ള ആ സ്ഥലത്തേക്ക് ഇറങ്ങി വന്നു. ഹസ്രത്ത് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു: ഞാൻ ഓർക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാനും മറ്റു കുട്ടികളോടൊപ്പം സനിയത്തുൽ വദായിൽ സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇമാം ബൈഹഖിയും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കുട്ടികൾ ഈ കവിതകൾ ചൊല്ലിയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേറ്റത്. എന്തായാലും ഈ കവിതകൾ 2 സന്ദർഭങ്ങളിലും ആലപിക്കപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തബൂക്കിൽ നിന്നുള്ള മടക്കയാത്രയിൽ ഇത് ആലപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തബൂക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മദീനക്കാർ സ്നേഹാധിക്യത്താൽ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും വരവേൽക്കാനും വന്നതാകാം. കാരണം മുനാഫിക്കുകൾ വ്യാജ വാർത്തകൾ പരത്തിയിരുന്ന ഒരു യാത്രയായിരുന്നു ഇത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സുരക്ഷിതരായി തിരിച്ചു വരുന്നു എന്ന സന്തോഷ വാർത്ത ലഭിച്ചപ്പോൾ ഉണങ്ങിയ വയലിൽ വെള്ളം വീണതുപോലെ മദീനയിലെ മുസ്ലിങ്ങൾ, കുട്ടികളും വൃദ്ധരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം സന്തോഷാധിക്യം കാരണം അവിടത്തെ സ്വീകരിക്കാൻ പുറത്തിറങ്ങി വരികയായിരുന്നു. മക്കയിൽ നിന്നുള്ള ഹിജ്റയുടെ സമയത്തും ഈ കവിതകൾ ചൊല്ലിയിരിക്കാൻ സാധ്യതയുണ്ട്. 2 സന്ദർഭങ്ങളിലും സ്നേഹപ്രകടനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. എങ്കിലും മദീനയിൽ വന്നതിന് ശേഷം അവിടുത്തെ മുസ്ലിങ്ങൾക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ ഗ്രാഹ്യം ഹിജ്റയുടെ സമയത്തുണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം വർദ്ധിച്ചു എന്ന വസ്തുത ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സീറത്തുമായി ബന്ധപ്പെട്ട മറ്റ് ചില സംഭവങ്ങളും വശങ്ങളും അടുത്ത ഖുതുബയിൽ വിവരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.